السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: لا يعرف الولي إلا الولي. صدق رسول الله صلى الله عليه وسلم. എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. മുരീദി ലാ തഖഫ് റബ്ബി കരീമുൻ ഹദാനി ലിൽ വുസൂലി മഅൽ ബഹാഇ. യഅലമു ഉമ്മത്തു സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, മഹത്തുക്കളായ മശായിഖന്മാരുടെ മദദ് കൊണ്ട് അവരുടെ മഹബ്ബത്തിലായി അവരുടെ റിളയിലായി ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കോഴിക്കോട് ഇടിയങ്ങര ഷേഖിന്റെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മീയ ഗുരു അലാഉദ്ദീൻ അൽ ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശാലമായി അറിയില്ലെങ്കിലും വളരെ തുച്ഛമായി നാമമാത്രമായി മാത്രം അറിയുന്ന ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളും വലിയ വലിയ ആശിക്യങ്ങളുമുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് അലാഉദ്ദീൻ അൽ ഹിംസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാത്ത, അതുപോലെ നമ്മളിൽ പലർക്കും അറിയാത്ത ഒരുപാട് ചരിത്രം അറിയുന്നവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരിൽ നിന്നും നല്ല നല്ല ചരിത്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിലേക്ക് ഹിംസിൽ നിന്നും കടന്നു വന്നവരാണ് അലാഉദ്ദീൻ അൽ ഹിംസി റളിയല്ലാഹു അൻഹു. ആഖിർ സമാനിൽ അവസാന കാലഘട്ടത്തിൽ കേരളത്തിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനിമയും പാരമ്പര്യവും പഴമയും നിലനിൽക്കുക എന്ന് മനസ്സിലാക്കി, കേരളത്തിലാണ് പരിശുദ്ധമായ തനത് പാരമ്പര്യത്തോടെ ഇസ്ലാം നിലനിൽക്കുക എന്ന് മനസ്സിലാക്കി കേരളത്തിലേക്ക് കടന്നു വന്നവരാണ് ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ കൃത്യമായ ചരിത്രങ്ങൾ അവിടെ നിന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവർ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യുകയും ചില ദിവസങ്ങളിൽ 2 തവണ പോലും വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുകയും അവിടുത്തെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞതായും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്തിന് വന്നതുമായി ബന്ധപ്പെട്ടുള്ള, അവിടെ നിന്നും പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചില ഉദ്ധരണികൾ മാത്രമേ ഈ ഉള്ളവന് ലഭിച്ചിട്ടുള്ളൂ. അപ്പവാണിഭ നേർച്ച എന്ന പേരിൽ ഇടിയങ്ങര പള്ളിയിൽ എല്ലാ വർഷവും നേർച്ചകൾ നടക്കാറുണ്ട്. അതിന്റെ സിറുകൾ എന്താണെന്ന് അല്ലാഹു അഅലം ബിമുറാദിഹി. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും
അല്ലെങ്കിൽ ആഴ്ചയിൽ ഏകദേശം 4 തവണയെങ്കിലും ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്ക് വരുമായിരുന്നു. അവിടെ നിന്നും ഒരു കൊച്ചുകുട്ടിയെ പോലെ മഖ്ബറയുടെ അടുത്തിരുന്നു കൊണ്ട് ഫാത്തിഹയും യാസീനും ഓതി വളരെ അദബോടുകൂടെ ആദരവോടുകൂടെ ശബ്ദം ഉയർത്താതെ അവിടെ നിന്നും ഖിറാഅത്ത് ഓതി യാസീൻ ഓതി പോകാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞതായി ചരിത്രങ്ങളിൽ കാണാം. ആരാണ് മൂപ്പരെന്ന് അറിയോ എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ചോദിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും പറയുന്നു, ഖുതുബുസ്സമാൻ മൗലദ്ദവീല മമ്പുറം തങ്ങൾ റളിയല്ലാഹു അൻഹു കല്ലായിൽ ചെരുപ്പൂരി വെച്ചിട്ടാണ് ഇവിടെ വരാറുള്ളത്. കല്ലായി പാലം എന്ന് പറയുന്ന ഒരു പാലം കോഴിക്കോടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. ആ പാലത്തിന്റെ അടുത്ത് ചെരുപ്പൂരി വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മമ്പുറം മൗലദ്ദവീല സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വരാറുണ്ടായിരുന്നത്. എത്രമാത്രം ആദരവാണ്, എത്രമാത്രം അദബാണ്, എത്രമാത്രം ഒരു ഖൗഫാണ് ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ നിന്നും അനുഭവിച്ചിട്ടുണ്ടാവുക. പ്രിയമുള്ളവരെ, എത്രയോ ദൂരെ ചെരുപ്പഴിച്ചു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ മദീന മുനവ്വറയിൽ മദീന നാട്ടിലെത്തിയാൽ പുന്നാര ഹബീബ് കിടക്കുന്ന മണ്ണാണ് മദീനയുടെ മണ്ണ്. അതുകൊണ്ട് ആ മണ്ണിൽ എന്റെ ചെരുപ്പ് കൊണ്ട് ചവിട്ടില്ല എന്ന് പറഞ്ഞ് ചെരുപ്പ് ധരിക്കാതെ മരുഭൂമിയിലൂടെ, ഊസരത നിറഞ്ഞ വെയിൽ നിറഞ്ഞ മരുഭൂമിയിലൂടെ ചെരുപ്പില്ലാതെ നടന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കും വിധം മൗലദ്ദവീല റളിയല്ലാഹു അൻഹു മമ്പുറം തങ്ങൾ റളിയല്ലാഹു അൻഹു ചെരുപ്പില്ലാതെ കല്ലായിൽ നിന്നും ഇടിയങ്ങര പള്ളിയിലേക്ക് സിയാറത്തിന് വന്നിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് എത്രമാത്രം ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹുവിനുള്ള പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പവാണിബ നേർച്ച എന്ന പേരിൽ അവിടെ നടക്കുന്ന നേർച്ചയിൽ തബറുക്കിന് വേണ്ടി അപ്പം നൽകാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ശിഫയായ കഥ നമുക്ക് അറിയാൻ കഴിയും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും ഇടിയങ്ങര പള്ളിയിൽ സിയാറത്തിന് പോയാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരുപാട് ആൾക്കാർ വന്ന് പറയും, ദുആ ചെയ്യണം, ദുആ ചെയ്യണം. അപ്പൊ ശൈഖുനാ ശംസുൽ ഉലമ അവിടെ നിന്നും പറയാം, മൂപ്പരോട് പറ, മൂപ്പര് വലിയ മഹാനാണ്, മൂപ്പര് ശരിയാക്കും. ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. മൂപ്പരോട് പറ, മൂപ്പര് വലിയ മഹാനാണ്, മൂപ്പര് ശരിയാക്കും. അങ്ങനെ എല്ലാവരോടും ആ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടലാണ്. എന്നോടല്ല പറയേണ്ടത്, നിങ്ങൾ അവരോട് പറ, വലിയ മഹാനാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കവരിൽ നിന്നും പഠിക്കാനുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർക്ക് വന്നു പോകുന്ന ഒരു പിഴവാണ്, മഖ്ബറകളിൽ പോയാൽ, അല്ലെങ്കിൽ മശായിഖന്മാരുടെ മഖ്ബറകളിൽ പോയാൽ അവിടെ നിന്നും വളരെ താഴ്ന്ന നിലയിലുള്ള ദുനിയാവിന്റെ ചണ്ടി ചവറുകളായ സാധാരണക്കാരായ നമ്മൾ അവിടെ പോയിക്കൊണ്ട് ആ മഖ്ബറയിൽ കിടക്കുന്നവരെ, റബ്ബേ ഈ മഖ്ബറയിൽ കിടക്കുന്നവരെ സ്വർഗത്തിൽ കിടത്തണേ അല്ലാഹ് എന്നൊക്കെ ദുആ ചെയ്യുന്നു. അതിന്റെ വസ്തുത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു ഇടിയങ്ങര പള്ളിയിൽ പോയപ്പോൾ, മഖാമിൽ പോയപ്പോൾ അവിടെ നിന്നും ആ പള്ളിയിലെ ഇമാം സിയാറത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുവേ, ഈ ഖബറിലുള്ളവരുടെ ഖബർ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അധിക ആൾക്കാരും മക്കാമുകളിൽ പോയാൽ ദുആ ചെയ്യും, ഇവരുടെ ഖബറൊന്ന് സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ് എന്ന്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ നിന്നും പറഞ്ഞത്, ആ ദുആ അവിടെ വേണ്ട, അങ്ങനെ ദുആ ചെയ്യണ്ട, അത് അവിടെ ഇപ്പോൾ ആവശ്യമില്ല.
അവരുടെ ഖബർ ആദ്യമേ സ്വർഗത്തിലാണ്, നരകത്തിലല്ല. അതവിടെ ദുആ ചെയ്യണ്ടട്ടോ. എത്രമാത്രം അദബ് നമ്മൾ പാലിക്കണം എന്നുള്ള ഇതിലും വലിയ ഉദാഹരണം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാ മശായിഖന്മാരുടെ അടുത്തായാലും മഖ്ബറകളിലായാലും അവിടെയൊക്കെ പോയിക്കൊണ്ട് നമ്മൾ ഇത്തരം ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അദബ് എന്ന് പറയുന്നത് അവരെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചവരാണ്. നമുക്ക് അവരുടെ അടുത്ത് നിന്നും എന്തെങ്കിലും നേടാൻ അവരുടെ മദദ് നേടുകയാണ് വേണ്ടത്. ശംസുൽ ഉലമ പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ച് ദുആ ചെയ്യേണ്ട, അവര് സ്വർഗത്തിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറയുന്ന മറ്റൊരു ചരിത്രം കാണാം. ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു വലിയ മർത്തബയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ടവരെ പരീക്ഷിക്കുകയാണ്. മഹാനവർകളെ അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ കൊത്താൻ വേണ്ടി അവിടെ നിന്നും കളക്കാൻ വേണ്ടി നിയോഗിച്ചു. അങ്ങനെ കളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ മരത്തിന്റെ ചുവട്ടിൽ പൊന്നിനാലുള്ള സ്വർണത്തിന്റെ നിക്ഷേപം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. ഫിത്നത്തു ഉമ്മത്തി അൽമാൽ എന്ന് പറഞ്ഞതുപോലെ എന്റെ ഉമ്മത്തിന്റെ ഫിത്ന അത് മുതലാണെന്ന് പറഞ്ഞ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, റബ്ബേ ഞങ്ങളെ നീ മുതലിനാൽ നശിപ്പിക്കല്ല റഹ്മാനേ, അതിന്റെ ഫിത്ന നൽകല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ടവർ കളച്ചുകൊണ്ടിരിക്കുമ്പോൾ മരച്ചുവട്ടിൽ സ്വർണത്തിന്റെ നിക്ഷേപം കണ്ടു. ബഹുമാനപ്പെട്ടവർ അതിലേക്ക് നോക്കിയിട്ട് പോലുമില്ല, തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറയുന്നു, അത് അങ്ങനെയുള്ള നിക്ഷേപം എന്നുള്ളത് അമലുകളെല്ലാം പൂർത്തിയായതിനു ശേഷം, അമലുകളെല്ലാം പൂർത്തിയാക്കി ഒരു മുരീദ് അമലുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പരീക്ഷണത്തിന്റെ സമയത്ത് മുറബ്ബിയായ ഷെയ്ഖ് അവർക്ക് പരീക്ഷിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അടുത്തുള്ള ആൾക്കാർക്ക് കാണൂല, ആ മുരീദിന് മാത്രമേ, പരീക്ഷിക്കപ്പെടുന്ന മുരീദിന് മാത്രമേ അത് കാണുകയുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ ഷെയ്ഖ് അവർകൾ പരീക്ഷിച്ചു. പക്ഷെ മൂപ്പര് ആ ഒരു സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. കളച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോ ഷെയ്ഖ് ചോദിച്ചു, എന്താ കണ്ടത്? കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകൾ അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതെടുത്തുകൂടായിരുന്നോ? അപ്പോൾ ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിക്ഷേപം കഴിഞ്ഞാൽ ആ സ്വർണം എടുത്തുകൊണ്ട് ആ സ്വർണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലാഹു മാത്രമേ ബാക്കിയാവുകയുള്ളൂ. സ്വർണം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, മുതല് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. എന്നാൽ ഈ നിക്ഷേപത്തിന്റെ മുമ്പും പിമ്പും ആ നിക്ഷേപം ആവശ്യമില്ല. നിക്ഷേപത്തിനേക്കാൾ മുഖ്യമായി അതിന്റെ മുമ്പായാലും പിമ്പായാലും അല്ലാഹു മതി എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖ് അവിടെ നിന്നും അത്ഭുതപ്പെട്ടുകൊണ്ട് സ്നേഹത്താൽ ഖാദിരിയ തരീഖത്തിന്റെയും ജിസ്തി തരീഖത്തിന്റെയും ഇജാസത്തും അതുപോലെ തന്നെ മുറബ്ബിയായ ഷെയ്ഖായി മാറ്റുകയും ചെയ്തു. ഖാദിരിയ തരീഖത്തിന്റെയും ജിസ്തി തരീഖത്തിന്റെയും നമ്മുടെ കരളിന്റെ കഷ്ണമായ മൗലാ റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്തായ ഖാദിരിയ ജിസ്തിയ എന്നീ തരീഖത്തുകളിൽ മുറബ്ബിയായ ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു എന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയനെ മറ്റൊരു വലിയ മാത്രമേ അറിയുകയുള്ളൂ എന്നാണല്ലോ. ഒരുപാട് ചരിത്രങ്ങൾ വീണ്ടും കാണാം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മുസ്ലിമീങ്ങളായ മാപ്പിളമാർ, നമ്മുടെ ധീര പടയാളികളായ മാപ്പിളമാര് ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു രാജാവിനെ കൊന്നു. മുസ്ലിങ്ങളെ ജയിലിലാക്കി. അവിടെ നിന്നും വിചാരണ ചെയ്തു, കുറ്റം സമ്മതിച്ചു, അവിടെ നിന്നും വിധിച്ചു. ഈ ക്രിസ്ത്യാനിയായ രാജാവിനെ കൊന്ന മുസ്ലിമീങ്ങളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു.
നാട്ടുകാരെല്ലാം വന്ന് വലിയ മഹാനായിരുന്ന ഇമാം ജിഫ്രി റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പോയി വിവരം പറഞ്ഞു. ജിഫ്രി തങ്ങളെ, വലിയ മഹാനായിരുന്നു ജിഫ്രി റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പോയി വിവരം പറഞ്ഞു. ഇങ്ങനെയൊരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ജിഫ്രി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ പോയത് ഇടിയങ്ങര ശൈഖിന്റെ പള്ളിയിലേക്കാണ്. അലാഉദ്ദീൻ അൽ-ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് പോയി ഫാത്തിഹ ഓതി യാസീൻ ഓതി അവിടെ നിന്നും ദുആ ചെയ്തതിനു ശേഷം അവിടെ നിന്നും പറയുന്നു, ജയിലിലുള്ളവർ രക്ഷപ്പെടുമെന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഹയാത്തുള്ളവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് മരണമില്ലാത്തവരാണ്. അവരുടെ ജസദ് മരിച്ചാലും ആത്മാവ് എന്നെന്നും ഉയർകൊണ്ട് അള്ളാഹുവിന്റെ നൂറുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ നൂറിൽ അലിഞ്ഞു ചേർന്നവരാണ്. അവർക്ക് മരണമില്ല, അവർക്കൊരു വേദനയില്ല, അവർക്കൊരു പ്രയാസമില്ല. കാരണം അവർ ആത്യന്തികമായി അള്ളാഹുവിന്റെ നൂറിൽ അലിഞ്ഞു ചേർന്നവരാണ്. പറയേണ്ട താമസം ഞങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണമെന്ന് പറയേണ്ട താമസം. അവിടെയുള്ള ആ മഖ്ബറയുടെ ചുറ്റുമായി പച്ച നിറമുള്ള ഒരു പക്ഷി ഇങ്ങനെ പറന്ന് കാണിച്ചപ്പോൾ ഇമാം ജിഫ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോയിക്കോ, അവരെ അല്ലാഹു മൂപ്പരെ കൊണ്ട് രക്ഷപ്പെടുത്തും. അങ്ങനെ തന്നെ സംഭവിച്ചു. ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചവരെ അവർക്ക് വെറുതെ വിടേണ്ടി വന്നു. ഇതാണ് സംഭവം. ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ അൽ-ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കേരളക്കരയിലെ ഒരുപാട് ജനങ്ങൾ അനുഭവിച്ചതാണ്. അല്ലാഹുവേ, മഹത്തുക്കളായ മശായിഖന്മാരുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.